ഇക്കുറി SSLC ഫലം വന്നപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് മികച്ച നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 79,901 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 79,730 പേർക്കും തുടർ പഠനത്തിന് അർഹത ലഭിച്ചു. അതിൽ തന്നെ 11,974 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+. പക്ഷേ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള +1 സീറ്റ് ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ്. 10,650 അധിക സീറ്റുകൾ ഉൾപ്പെടെ ജില്ലയിൽ ഇപ്പോഴുള്ളത് 52,600 സീറ്റുകളാണ് ആകെ. ഈ ഒരു കണക്ക് നോക്കുമ്പോൾ തന്നെ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ലാത്ത ഒരു സാഹചര്യം. അതായത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകൾ നോക്കിയാൽ 27,130 കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റുകളില്ല. അൺഎയ്ഡഡ് മേഖലയിൽ 11,300 സീറ്റുകളാണ് ആകെയുള്ളത്. അത് പണമടച്ച് പഠിക്കേണ്ടതാണ്. ഈ സീറ്റുകൾ എല്ലാം തന്നെ കൂട്ടിയാലും 15,830 കുട്ടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറത്ത് +1 സീറ്റില്ലാത്ത സാഹചര്യമാണുള്ളത്. വലിയ ആശങ്കയാണ് ഇത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നൽകുന്നത്. മലബാർ മേഖലയിലോട് ഗവൺമെന്റ് കാണിക്കുന്ന ചിറ്റമ്മ നയം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. സത്യത്തിൽ കെടുകാര്യസ്ഥതയുടെ ഒരു മൂർത്തിമർ ഭാവമാണ് സത്യത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ ഒരുപാട് സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. 10, 15, 20 കുട്ടികളുള്ള ക്ലാസ് റൂമുകളുണ്ട്. എന്നാൽ അതേസമയം ഇന്നിപ്പോൾ ഞാൻ പറയുമ്പോൾ ഗേൾസ് ഹൈസ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയ 2 അഡീഷണൽ ബാച്ചിന് ക്ലാസ് റൂം ഉണ്ടാക്കാൻ ഞങ്ങൾ പെടാപ്പാട് പെടുകയാണ്. കാരണം 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലുള്ളത്. 65 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം പല പഠനങ്ങളും പ്രത്യേകിച്ച് പറയുന്നത് 50 കുട്ടികൾ കൂടുതൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ പഠന നിലവാരം വല്ലാണ്ട് ബാധിക്കുന്നില്ല. പഠന റിപ്പോർട്ടുകൾ എത്രയോ ഗവൺമെന്റ് മുമ്പിലുണ്ട്. ഗവൺമെന്റ് അധ്യാപകരാണ്, ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളമാണ്. ആ അധ്യാപകരെ ഇങ്ങോട്ട് മാറ്റാനോ അല്ലെങ്കിൽ ആ സ്കൂളുകളിലുള്ള കൂടുതൽ ക്ലാസ്സുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്കൂളുകളും മലബാർ ഏരിയയുമായിട്ടൊന്ന് താരതമ്യം ചെയ്തിട്ട് അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അത് വലിയ വിഷമമാണ്, വലിയ സങ്കടകരമാണ്. ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ സ്കൂളിന്റെ +2 റിസൾട്ട് വരാനിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ നമ്മൾ വിജയം ആഘോഷിച്ചു. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടംപോലെ A+ കിട്ടി, നല്ല വിജയമുണ്ട്. പക്ഷെ അതേ കുട്ടികൾ +2 വരുമ്പോൾ കുട്ടികൾക്ക് വിജയ ശതമാനം നിലനിർത്താൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ അവർക്ക് കിട്ടുന്നില്ല. പലപ്പോഴും അവസാനം വരുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കിട്ടുന്നതിന് ചേരേണ്ട അവസ്ഥ വരികയാണ്. പലപ്പോഴും നമ്മൾ സയൻസ് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ആഗ്രഹിക്കുന്ന അവർക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ അധ്യാപക രീതിയിലുള്ള റിസൾട്ട് കുട്ടികൾ കിട്ടില്ല. കാരണം പലപ്പോഴും നമുക്കറിയാം കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ബാച്ച് അനുവദിക്കുന്നതോടൊപ്പം തന്നെ കാരണം കുട്ടികളുടെ ഈ സ്ട്രെങ്ത് ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികളുടെ സ്ട്രെങ്ത് 65 എന്നൊക്കെയുള്ള പറയുന്നത് വളരെ നമുക്കറിയാലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 55 ഉള്ളത് 60 ആക്കി, 60 65 ആക്കി, ഇങ്ങനെ ഓരോ വർഷവും 5 കുട്ടികളെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മലബാർ ഏരിയയിൽ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. ഒരു ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും ഒരേപോലെ കണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലുള്ള പരിഹാരമുള്ളത്. അതുപോലെ തന്നെ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്കും ആശങ്കയുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം +1 ലഭിക്കുമോ എന്നുള്ളത്. പലരും അത് പങ്കുവെക്കുകയും ചെയ്തു. ഞങ്ങളെ സ്കൂളിൽ തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് 92 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. എല്ലാവർക്കും അറിയാം +1 സീറ്റ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്കൂള്, അതുപോലെ ഇഷ്ടപ്പെടുന്ന സ്കൂളായാലും സയൻസ് ആണെങ്കിൽ സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ പഠിക്കാൻ കിട്ടുമെന്ന് എല്ലാവർക്കും ഭയങ്കര ആശങ്ക ഉണ്ട്. എന്താണെങ്കിലും മലപ്പുറത്തെ ഈ വിജയത്തിൽ മലപ്പുറത്തെ അഭിനന്ദിക്കുന്നവർ മലപ്പുറത്തെ കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം കൂടി നൽകണമെന്നാണ് പരക്കെ ഉയരുന്ന ആവശ്യം. ബാച്ചുകൾ അധികം അനുവദിക്കുകയും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം അത് 65-ലും 50-ലേക്കും 40-ലേക്കും ഒക്കെ കുറയ്ക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത്. വിജയ ശതമാനം കൂടുമ്പോൾ അതിന് തക്ക രീതിയിൽ +1 സീറ്റിന്റെ എണ്ണവും ബാച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരക്കെ ഉയരുന്നുണ്ട്. ഏറെ വൈകാതെ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ പ്രതിഷേധവും തുടങ്ങാനിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.